ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിനവേക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള, അതായത് നമ്മുടെ SLC കുട്ടികൾക്കും ചിലപ്പോൾ 9th കുട്ടികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ നമ്മുടെ SLC കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ഇറക്കുന്നുള്ളത്. അപ്പോൾ അവരുടെ എല്ലാ ഡൗട്ട്സും എനിക്കറിയാവുന്ന എല്ലാ ടിപ്സും ട്രിക്സും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അത് തന്നെ ഞാൻ പറയാണ്, ഈ ഒരു വീഡിയോ എത്ര ലെങ്ത് ഉണ്ടാവും എനിക്കറിയില്ല. ഏകദേശം 35ഓളം ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. കുറേ ക്വസ്റ്റ്യൻസ്, ഏകദേശം 100+ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിന് സോർട്ട് ചെയ്തെടുക്കും. എല്ലാം ഏകദേശം ഒരേപോലെ ആയിരുന്നു. അതിന് സോർട്ട് ചെയ്തിട്ട് 35 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 35 ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ, അതായത് നിങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസുള്ള ആൻസറും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് SLC കുട്ടികൾക്ക് ഒരു അൾട്ടിമേറ്റ് ഗൈഡാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ നല്ലൊരു മോട്ടിവേഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് എന്തായാലും കടക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ അത്രയ്ക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഏകദേശം 35 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ലാസ്റ്റ് വണ് കുറച്ച് എനിക്ക് പറയാനുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കടക്കാം. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏകദേശം 120ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ടോട്ടല്. ഇന്നും ഞാനൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു പോസ്റ്റ് ഉണ്ടായിരുന്ന 10th സ്റ്റുഡൻസിനുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാന്നുള്ളൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ഡൗട്ട്സ് ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഡൗട്ട് എന്നുള്ളത്, ഹൗ ടു സ്റ്റഡി ഇംഗ്ലീഷ് ഗ്രാമർ. ഇംഗ്ലീഷ് ഗ്രാമർ എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പഠിച്ചു. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി പറയുകയാണ്, ഞാൻ ഒരു പഠിപ്പിയല്ല, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇംഗ്ലീഷ് ഗ്രാമർ എങ്ങനെ പഠിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ എഴുതിയിട്ടുള്ളത് വായിക്കുമ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ. ഇങ്ങനെ ഹീസ് ബോയ് അങ്ങനെ വായിക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ഇത് നോക്കിയിട്ടാണ് ഞാൻ 10th ആദ്യമൊക്കെ ഞാൻ ഗ്രാമർ എഴുതിയിട്ടുള്ളത്. പക്ഷേ അത് തെറ്റിയിട്ടും പോയിട്ടുണ്ട്. പിന്നീട് ഗ്രാമർ എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളെ സ്കൂളിലായാലും ഗ്രാമർ നല്ല രീതിക്ക് തന്നെ എടുക്കുന്നുണ്ട്. നമ്മളെ സ്കൂളിലെ ടീച്ചറായാലും ഇംഗ്ലീഷ് ടീച്ചറായാലും ഗ്രാമർ നല്ല രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ സ്കൂളിൽ നല്ല രീതിക്ക് എടുക്കുന്നില്ല, ഒരു പേടിയും പഠിക്കേണ്ട. കാരണം യൂട്യൂബിൽ ഞാൻ പേഴ്സണലി പറയാണ്, സൈലത്തിന്റെ നാച്ചുറൽ ക്ലാസ്, അതായത് നാസർ ഫാറുദ്ദീൻ എന്നുള്ള സൈലത്തിന്റെ ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങളൊന്ന് കണ്ടുനോക്കൂ. അടിപൊളിയാണ്. സാറിന്റെ ഗ്രാമർ ക്ലാസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടും. ഗ്രാമറിൽ നിങ്ങൾക്ക് 20 മാർക്കും നേടാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇംഗ്ലീഷിൽ പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്കും നമുക്ക് 80 മാർക്കിലാണ് ഇംഗ്ലീഷ് എക്സാം നമ്മൾ എഴുതുന്നുള്ളത്. അതിൽ 20 മാർക്ക് നമുക്ക് ഗ്രാമർ എന്നാണ് വരുന്നത്. അപ്പോൾ അവർ ഗ്രാമർ മുഴുവൻ തെറ്റിയാൽ നമുക്ക് എന്തായാലും ഇംഗ്ലീഷിൽ A+ പോകും. 70 മിനിറ്റാണ് നമുക്ക് A+ നേടാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ എന്തായാലും ഗ്രാമർ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾ നമ്മുടെ നാസർ സാറിൻ്റെ, അതായത് നാസർ ഫാറുദ്ദീൻ സാറിൻ്റെ സൈലത്തിൽ ലൈവ് വരും. ഞാൻ സൈലം മാത്രം കണ്ടുകൊണ്ടാണ് ഞാൻ സൈലത്തിൽ പറയുന്നുള്ളത്. വേറെ ഏതെങ്കിലും ഗ്രാമറിൻ്റെ ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും താഴെ കമൻറ്റ് ചെയ്യാം. +1 സ്റ്റുഡൻസിനോടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഗ്രാമറിൻ്റെ ക്ലാസ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് സൈലത്തിന്റെ നാച്ചുറലിന്റെ ക്ലാസ് ആണ്. അത് ഗ്രാമറിന്റെ ക്ലാസ് കുറേ ഇഷ്ടംപോലെ നിങ്ങൾക്ക് വരും. നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ കാണണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ വരും. അതുകൊണ്ട് ഒന്നും തന്നെ പേടിക്കാനില്ല. ആ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗ്രാമർ സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗ്രാമർ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ടു റൈറ്റ് മലയാളം ഇൻ എക്സാംസ് ഫാസ്റ്റ്ലി വിത്തൗട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. മലയാളം എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. എനിക്കും ഒരു പ്രശ്നമായിരുന്നു. മലയാളത്തിൽ എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാറുണ്ട്. പിന്നീട് വേഗത്തിൽ എഴുതാൻ പറ്റാറില്ല. അതൊക്കെയായിരുന്നു എൻ്റെ മിസ്റ്റേക്ക്. പിന്നെ ഫാസ്റ്റ്ലി പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക്, നിങ്ങൾ മാക്സിമം എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ നോട്ട്സ് ഒക്കെ എഴുതുമ്പോൾ ഒരു ടൈമറൊക്കെ വെക്കുക. നിങ്ങൾ ഒരു പേജ് എത്ര പെട്ടെന്ന് എഴുതിയിട്ടാവുന്നു, അതൊക്കെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. മാക്സിമം എഴുതിയിട്ട് തന്നെ മലയാളം നിങ്ങൾ പഠിക്കുക, എഴുതിയിട്ട് പഠിക്കുക. അത് നമ്മൾ പെട്ടെന്ന് എഴുതാനുള്ള നമ്മളെ കാലിബർ എന്ന് പറയില്ലേ, നമ്മളത് കൂട്ടും മലയാളം. പിന്നെ ലാംഗ്വേജസ് ഒക്കെ അതേപോലെ തന്നെ കേട്ടോ. ലാംഗ്വേജിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എഴുതാൻ വരും. അതിപ്പോൾ ഇംഗ്ലീഷ് ആയാലും കന്നഡ ആയാലും വേറെ തമിഴായാലും പിന്നെ അറബിയിലും എഴുതാനുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ എന്തായാലും അതൊക്കെ തന്നെയാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാറ്റാൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് തന്നെ വായിക്കുക. നിങ്ങൾക്ക് അറിയാത്ത സ്പെല്ലിംഗ് വരുമ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാമെന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം ഞാനിവിടെ പറയാം. രണ്ടാമത്തെ കാര്യം കഴിഞ്ഞു. വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്, ഈ ഒരു വീഡിയോയിൽ ഒരു സബ്ജക്റ്റിൻ്റെയും സ്റ്റഡി ടിപ്സ് ഉൾക്കൊള്ളിച്ചിട്ടില്ല. സ്റ്റഡി ടിപ്സിനെ കുറിച്ചുള്ള
കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഒരു വീഡിയോ മുൻപേ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, നിങ്ങളത് കാണാം. എല്ലാ 10 സബ്ജക്റ്റും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് SSLC ഫുൾ സെറ്റ് ആയിരിക്കും. പിന്നീട് പബ്ലിക് എക്സാമിന് ആ ഒരു സമയമാകുമ്പോൾ വരുന്ന കുറച്ച് ഡൗട്ട്സ് മാത്രമേ ഉണ്ടാവും, അത് ഞാൻ എന്തായാലും ആ ഒരു സമയത്ത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തായാലും മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ ടു ബിൽഡ് സെൽഫ് കോൺഫിഡൻസ്. അത് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ചില ആൾക്കാരോടൊക്കെ പറയുന്നുണ്ടാവും, നിനക്കൊന്നും ഫുൾ A+ ഒന്നും കിട്ടാനില്ല, നീ മണ്ടൻ, അങ്ങനെ നിനക്കൊന്നും മാർക്കില്ലല്ലോ, നിനക്ക് എങ്ങനെയാ ഫുൾ A+ കിട്ടാന്നൊക്കെ പറയും. നെവർ മൈൻഡ്. ഓക്കെ, എനിക്ക് സത്യം പറയാം, എനിക്ക് 10th ഒരു എക്സാമിലും 10th പബ്ലിക് മോഡൽ എക്സാം വരെ ഒരു എക്സാമിലും എനിക്ക് ഫുൾ A+ കിട്ടിയിട്ടില്ല. പബ്ലിക് എക്സാമിലാണ് എനിക്ക് ഫുൾ A+ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെ എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് കേൾക്കാൻ വേണ്ട, നിങ്ങളെ അറിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്, അല്ലാതെ അവർക്കല്ല നിങ്ങളെ നന്നായിട്ട് അറിയുന്നത്. ഓക്കെ, അത് നമ്മുടെ പാരൻസ് ഒരിക്കലും അങ്ങനെ പറയില്ല. ഇനി പറഞ്ഞാൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ഇനി ഒരു വർഷമുണ്ട്, ഒരു വർഷത്തിൽ നിങ്ങൾ ആവറേജ് ആയാലും ബിലോ ആവറേജ് കിട്ടിയാലും നിങ്ങൾക്ക് എന്തായാലും നേടിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഈ ഒരു SSLC ഫുൾ A+ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് തന്നെയാണ് ബിൽഡ് സെൽഫ് കോൺഫിഡൻസ്. നിങ്ങൾ സ്വന്തമായിട്ട് കോൺഫിഡൻ്റ് ആയിരിക്കുക, എന്നെ കൊണ്ട് പറ്റും. അത് ഓവർ കോൺഫിഡൻസ് ആവരുത്. നിങ്ങൾ സെൽഫ് കോൺഫിഡൻറ്റ്, അത്യാവശ്യത്തിന് ഒരു കോൺഫിഡൻ്റ് ആയിരിക്കുക. ഓക്കെ, ഒരു തരത്തിലും പേടിക്കാനൊന്നുമില്ല. SSLC വളരെ എളുപ്പമായിട്ട് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാലാമത്തെ നോക്കാം. ഹൗ മെനി ഹവേഴ്സ് വി ഷുഡ് സ്റ്റഡി ഡ്യൂറിങ് ദീസ് ടൈംസ്. അതായത് ഈ ഒരു വെക്കേഷൻ ടൈമിൽ നമ്മൾ എത്ര സമയം പഠിക്കണം. അതിന് എനിക്കൊരു സമയം പറയാൻ ഇല്ല ഗൈസ്. കാരണം എല്ലാവരും പഠിക്കുന്നത് പല സമയം അനുസരിച്ചാണ്. ചിലപ്പോൾ എനിക്ക് 1 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ തീരും, നിങ്ങൾക്ക് ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ തീർന്നേക്കാം. എനിക്ക് ചിലപ്പോൾ 2 മണിക്കൂർ വേണ്ടത് നിങ്ങൾക്ക് 1 മണിക്കൂർ മതിയാകും. അതേപോലെ തന്നെയാണ്, എനിക്ക് സമയം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കുട്ടി ആ ഒരു ഡേയിൽ പഠിപ്പിച്ച കോൺസെപ്റ്റ് ക്ലിയർ ആവുകയോളം പഠിക്കണം. അതായത് ഇപ്പോൾ ഇന്ന് എനിക്ക് മാത്സിൽ അരിത്തമെറ്റിക് സീക്വൻസ് പറഞ്ഞ ചാപ്റ്ററിലെ ഫസ്റ്റ് ഒരു കുറച്ച് ഭാഗം എടുത്തു. ആ ഒരു ഭാഗം സ്കൂളിലെടുത്തു, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ട്യൂഷനിൽ, ഇപ്പോൾ ഏതെങ്കിലും ഓൺലൈൻ ട്യൂഷനിൽ നമുക്ക് എടുത്തു. എന്നിട്ട് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യാതെ ആ ഒരു ദിവസം കഴിയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു കോൺസെപ്റ്റ് കറക്റ്റ്, ഒരു ദിവസം എടുത്ത കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ദിവസം എടുത്ത ക്ലാസ് കറക്റ്റായിട്ട് നമ്മൾ പഠിക്കുക. ആ ഒരു ദിവസം പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അതിനുശേഷം പറ്റുമെങ്കിൽ, അത് മാത്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വീട്ടിൽ വന്നിട്ട് ഫ്രീ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ ഈ ഒരു സമയത്ത് എത്ര ഹവേഴ്സ് എന്നും എനിക്ക് പറയാനില്ല. കാരണം ഞാൻ മണിക്കൂറുകളൊന്നും ഈ ഒരു സമയത്ത് പഠിച്ചിട്ടില്ല. ഞാനല്ല, ഈ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഫുൾ A+ ആണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അത്രയും ഈസി സിലബസ് ആണ് 10th. അതായത് പുതിയ സിലബസ് വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ മുന്നോട്ട് പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ അന്ന് എടുക്കുന്ന കോൺസെപ്റ്റ് അന്ന് തന്നെ ക്ലിയർ ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ അത് ലാസ്റ്റത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ബേർഡൻ ആയിട്ട് തോന്നാൻ വഴിയുണ്ട്. അപ്പോൾ നമുക്ക് 5ാമത്തെ ഇതിലേക്ക് പോകാം. ഹൗ ടു സ്റ്റഡി ഹിന്ദി ആൻഡ് ഹൗ ടു കറക്റ്റ് ഗ്രാമർ മിസ്റ്റേക്ക് ആൻഡ് ഹൗ ടു റൈറ്റ്. അപ്പോൾ ഹിന്ദിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇതിലുണ്ട്. അപ്പോൾ ഹൗ ടു സ്റ്റഡി ഹിന്ദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ് സബ്ജക്റ്റ് എങ്ങനെ പഠിക്കാനുള്ളത്. എന്നാലും ഞാൻ ഇതിൽ പറയാം. ഹിന്ദി പഠിക്കാൻ നിങ്ങൾ മാക്സിമം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, നോട്ട്സ് ഉണ്ടാക്കുക, അത് എഴുതുക, അതിനുശേഷം അത് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ആശയങ്ങളൊക്കെ പഠിക്കുക കേട്ടോ ഹിന്ദിയിൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോയത്തിൻ്റെ ഒക്കെ ആശയം പഠിക്കുക. പിന്നീടുള്ളത് ഹൗ ടു കറക്റ്റ് ഗ്രാമർ മിസ്റ്റേക്ക് മീൻസ് നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഹിന്ദിയിലധികം അങ്ങനെ ഗ്രാമർ വരാറില്ല. ഗ്രാമർ വന്നാലും തന്നെ അത് വളരെ സിമ്പിളാണ്. നമുക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നീടുള്ളത് നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഹിന്ദിയുടെ മാർക്കും എൻ്റെ ഹിന്ദിയുടെ ഇതൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ കണ്ടാൽ അറിയും. എൻ്റെ മറ്റേ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്സ് എന്നുള്ളൊരു വീഡിയോ ഉണ്ട്. അതിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ എൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാനും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായ ഒരാളാണ്. ഇപ്പോഴും എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഹിന്ദിയിലായാലും എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അധികമാണ്, നിങ്ങൾ മാക്സിമം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. മലയാളം പോലെയല്ല ഹിന്ദി നിങ്ങൾ ഒരു 5-6-7 തവണ ഒരു ചാപ്റ്റർ തന്നെ വായിച്ചാലും നിങ്ങൾക്ക് ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. അത്രയ്ക്കും നിങ്ങൾക്കത് ബെനിഫിറ്റ് ആവും ഗൈസ്. നിങ്ങൾക്കത് എഴുതുമ്പോൾ നിങ്ങൾക്ക് അതേ സെൻറ്റൻസ് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. എക്സാംസിൽ പ്രത്യേകിച്ച് ഈ പബ്ലിക് എക്സാമിലൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ സെൻറ്റൻസ് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾ അതേപോലെ ബൈഹാർട്ടടിച്ച് നിങ്ങൾക്ക് ഓർപ്പിടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പഠിച്ച സെൻറ്റൻസ് അതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള സെൻറ്റൻസ് അതേപോലെ തന്നെ നിങ്ങൾ നോട്ടിലും എഴുതിയ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം എഴുതുമ്പോൾ എഴുതിയ, നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാ ഹിന്ദി എഴുതാമെന്നും കൂടി ഞാൻ പറഞ്ഞു തരും. ഓക്കെ, ഹിന്ദി എഴുതുന്നത് നിങ്ങൾ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി മുന്നോട്ട് കുറേ പോയിന്റ്സ് എഴുതുന്നുണ്ട്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കാം. അപ്പോൾ കുറേ കമൻറ്റ്സ് ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ. ഞാൻ 10th സ്റ്റുഡൻസിൻ്റെ ഡൗട്ട് എന്നുള്ളതിന് കുറേ കമൻറ്റ്സ് ഇപ്പോഴും വരുന്നുണ്ട്. അതെന്തായാലും നമുക്ക് ലാസ്റ്റത്തേക്ക് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിത്തൗട്ട് ഗ്രേസ് മാർക്ക് ഹൗ ടു ഗെറ്റ് ഫുൾ A+.
ഗ്രേസ് മാർക്ക് ഇല്ലാതെ എങ്ങനെ ഫുൾ എ പ്ലസ് കിട്ടാമെന്നാണ് അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ലിസൺ ഗൈസ്, എല്ലാവർക്കും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഗ്രേസ് മാർക്ക് ഇല്ലാതെയാണ് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുള്ളത്. ഈവൻ എനിക്കും ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുള്ളത് ഗ്രേസ് മാർക്ക് ഇല്ലാതാണ്. എനിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്, പക്ഷെ അത് യൂസ് ചെയ്തിട്ടില്ല. അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ എഴുതിയിട്ട് കാണിക്കും എന്താ ഗ്രേസ് മാർക്ക് അവാർഡ് എടുത്ത് നമ്മുടെ പബ്ലിക് എക്സാം റിസൾട്ടിന്റെ താഴെ എഴുതിയിട്ട് കാണിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കാനില്ല. ഗ്രേസ് മാർക്ക് ഇല്ലാതെ ഫുൾ എ പ്ലസ് നേടാൻ വളരെ എളുപ്പമാണ് ഗൈസ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അത് വലിയ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. എൻ്റെ ചേച്ചി ഗ്രേസ് മാർക്ക് ഇല്ലാതെയാണ് അവർക്ക് ഫുൾ എ പ്ലസ് കിട്ടിയുള്ളത്. എനിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്, പക്ഷെ ഗ്രേസ് മാർക്ക് ഇല്ലാതെ തന്നെ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടി. അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കാനില്ല ഗൈസ്. ഗ്രേസ് മാർക്ക് ഇല്ലാതെ പഠിച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫുൾ എ പ്ലസ് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ടു മാനേജ് ബാച്ച് ക്ലാസ്സസ്. അതായത് നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ബാച്ച് ക്ലാസ്സസ് ഉണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും ഓൺലൈൻ സ്റ്റഡീസ് ഒക്കെ ചേർന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ്. ഇപ്പോൾ ഞാൻ അസ്ത്ര ബാച്ചിലുണ്ടായിരുന്നു. ഓഫ്ലൈൻ ട്യൂഷന് ഞാൻ വേറെ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അസ്ത്ര ബാച്ചിലൊരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഓൺലൈൻ ട്യൂഷൻ്റെ ബാച്ചസ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അന്നന്ന് എടുക്കുന്നുള്ളത് മാക്സിമം ലൈവ് കാണാൻ ഞാൻ അധികം പറയാറില്ല. കാരണം ലൈവ് കാണുന്നുള്ളത് എനിക്ക് അത്ര ഇഷ്ടമല്ല ഗൈസ്. കാരണം അത് ഞാൻ അധികം കാണാറില്ല. 1.5x 1.25x ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ വീഡിയോസ് കാണാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോ തന്നെ 1.5x ഇട്ടിട്ട് കാണാറാണ് പതിവ്. അല്ലെങ്കിൽ ബാക്ക്ലോഗ്സ് വരും. ബാക്ക്ലോഗ്സ് വരാതെ നിങ്ങൾ മാക്സിമം നോക്കുക. ബാക്ക്ലോഗ്സ് ഇനി നിങ്ങൾക്ക് അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് എണീറ്റ് വരാമെന്ന് അതെങ്ങനെ ഒഴിവാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും വാച്ച് ദിസ് വീഡിയോ ടിൽ എൻഡ്. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫോർ 10th സ്റ്റുഡൻസ്. ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ടിപ്പ് പറയുക. നിങ്ങൾ ഇത് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ഷോർട്ട് നോട്ട്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡഡ് ആണ് എൻ്റെ ചാനലിൽ. ജസ്റ്റ് ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഷോർട്ട് നോട്ട്സ് എന്നൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ടും ബാക്കി ഉണ്ടായില്ല ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ടിപ്സ്, ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, അത് ഒന്നാമത്തെ ടിപ്പ്. പിന്നൊന്ന്, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക, അത് വേറെ ടിപ്പ്. സ്റ്റഡി പ്ലാൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ ക്രിയേറ്റ് ചെയ്യണോ എന്ന് നിങ്ങൾക്ക് തന്നെ പറയാം. കാരണം സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് വർക്ക് ആവുള്ളൂ ഗൈസ്. അതിന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നാം, ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നാം, ചിലപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ടഫായിട്ട് തോന്നാം. അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലെവലും നിങ്ങളുടെ ടൈമും നിങ്ങളുടെ എഫിഷ്യൻസി അനുസരിച്ച് നിങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ടതാണ് സ്റ്റഡി ടൈം ടേബിൾ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ പറയാം, ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാം. ഓക്കെ, പിന്നെയുള്ളത്, നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഉപയോഗിക്കുക. അതായത് ഇവിടെ ഉണ്ട് സ്റ്റിക്കി നോട്ട്. ഇത് വാങ്ങിക്കാൻ ഞാൻ അധികം പ്രിഫർ ചെയ്യില്ല ഗൈസ്. കാരണം ഇതിൻ്റെ ഈ സ്റ്റിക്ക് ഉണ്ടല്ലോ, ഇത് അധികം ചുമരിലൊന്നും ഒട്ടാറില്ല. ബുക്കിലൊക്കെ ഇട്ടും ചുമരിൽ ഒട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ പേപ്പർ ടാപ്പൊക്കെ അടിച്ചിട്ടാണ്. നിങ്ങളൊരു പേപ്പറിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കാം. ഇപ്പോൾ മാത്സിലാണെങ്കിൽ പല ഇക്വേഷൻസ് ഉണ്ടാവും. നമുക്ക് ട്രിഗോണോമെട്രിയിലൊക്കെ പല ഇക്വേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അതിൽ എഴുതി വെക്കാം. അതിനുശേഷം നിങ്ങൾ വാളിൽ ഒട്ടിക്കുക. അതൊരു പേപ്പർ ബേസ് ആയാൽ നിങ്ങൾ വേറെ സെലോ ടാപ്പോ അതല്ലെങ്കിൽ പേപ്പർ ടാപ്പോ എന്തെങ്കിലും ഉദ്ദേശിച്ച് എടുത്ത് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളെ പഠിക്കാനും നിങ്ങൾക്ക് സ്റ്റഡി ടേബിളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു പഠിക്കാനുള്ള ഒരു മോഹം തോന്നും ഗൈസ്. പിന്നെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ഉണ്ടാക്കിയെടുക്കുക. അത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളതും നിങ്ങൾക്ക് നേച്ചറൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അതുപോലത്തെ സ്ഥലമായ നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇപ്പോൾ കറൻലി എനിക്ക് പെട്ടെന്ന് പറയുമ്പോൾ കിട്ടിയിട്ടുള്ള സ്റ്റഡി ടിപ്സ്. അപ്പോൾ എന്തായാലും കൂടുതൽ കിട്ടുമ്പോൾ ഞാൻ അത് കൂടുതൽ വീഡിയോസ് ആക്കി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത് 9th ക്വസ്റ്റ്യൻ ആണ്. ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ടെൻഷൻ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ടെൻഷൻ അടിക്കാനുള്ളത് ഒരു തരത്തിലും ടെൻഷൻ അടിക്കരുത്. മാക്സിമം എൻജോയ് ചെയ്യുക. മാക്സിമം എൻജോയ് മീൻസ് പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, കളിക്കേണ്ട സമയത്ത് കളിക്കുക. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ ഒരു 1 hour ഒക്കെ ഇപ്പോൾ പഠിച്ചാൽ മതി. 1 hour മാക്സിമം 1 hour പഠിച്ചാൽ മതി. സിമ്പിളാണ്. SSLC വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല. അതിന് പുതിയ സിലബസ് ആയാലും ഏത് സിലബസ് ആയാലും നിങ്ങൾക്ക് 10th ഈസി ആയിട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു കുട്ടിക്ക് പഠിക്കാവുന്നത് മാത്രമേ ഒരു ഗവൺമെന്റ് ആ ഒരു ഗ്രേഡിലേക്ക് കൊടുക്കുക. അല്ലാതെ സിലബസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് പഠിക്കാൻ പറ്റാത്തതൊന്നുമില്ല. ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നത് ആ ഒരു ഏജിലുള്ള, അതായത് ഒരു 15 or 14 വയസ്സുള്ള കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന സിലബസേ അപ്ഡേറ്റ് ചെയ്യുള്ളൂ. അല്ലാതെ പുതിയ അപ്ഡേറ്റ് ചെയ്തിട്ട് അവർക്ക് എന്താ ഗുണം? കുട്ടികൾക്ക് മാർക്കും ഇല്ല. പുതിയ അപ്ഡേറ്റ് വന്നു, അതിനെന്താ ഗുണം?
അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന അപ്ഡേറ്റ് മാത്രമേ സിലബസിലും ഒക്കെ വരുള്ളൂ, വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കാനില്ല, ടെൻഷനൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. നിങ്ങൾ മാക്സിമം ചെയ്യുക. ഇപ്പോൾ കല്യാണത്തിന് പോകാൻ എടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒന്നും ഇപ്പോഴേ വേണ്ട. ലാസ്റ്റത്തെ ഒരു 2 month അങ്ങനെ നല്ലതായിരിക്കും. അപ്പോൾ ഇപ്പോഴൊക്കെ മാക്സിമം ചെയ്യുക, കളിക്കാൻ പോവുക. പിന്നീട് എന്താ, ഫോൺ നോക്കുക, അഡിക്റ്റ് ആവാതെ ഫോൺ അത്യാവശ്യത്തിനൊക്കെ നോക്കുക. പിന്നെ എന്തും ചെയ്യാം, നിങ്ങൾക്ക് പുറത്തൊക്കെ കളിക്കുക, എന്തും ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ടെൻഷൻ അടിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് സ്റ്റഡി എങ്ങനെ പഠിക്കാനുള്ള മോട്ടിവേഷൻ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ കാണാം. എനിക്ക് പേഴ്സണലി പഠിക്കാനുള്ള ആഗ്രഹം തോന്നിയിട്ടുള്ളത്, ഞാൻ ഒന്ന് എൻ്റെ യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ ഏറ്റവും അധികം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നീട് എനിക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ വന്നത് മറ്റുള്ളവരുടെ സ്റ്റഡി വ്ളോഗ്സ് കാണുമ്പോഴാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആരുടെങ്കിലും നമ്മുടെ ഇപ്പോൾ 10th വ്ളോഗേഴ്സിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. 9th ചാനൽസ് ഒക്കെ എനിക്ക് ഓർമ്മയില്ല. 10th ഇപ്പോൾ കറന്റ് ആരും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് ഓർമ്മയില്ല, പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ കാണാം. അതിന് ആരുതായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ സ്റ്റഡി വ്ളോഗ്സ് തന്നെ കാണാം. അത് കണ്ടാൽ നല്ലതായിരിക്കും ഗൈസ്. അപ്പോൾ എൻ്റെ സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ വരും. ഇപ്പോൾ അവൻ പഠിക്കുന്നുണ്ട്, അപ്പോൾ എനിക്കും പഠിക്കണം എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ ബ്രെയിനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അത് നിങ്ങളിനി എന്ത് പറഞ്ഞാലും അത് വന്നിരിക്കും ഗൈസ്, അതെനിക്ക് 100% ഷുവറാണ്. സോ സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ ആണ്, ഹൗ ടു സ്റ്റഡി IT എങ്ങനെ പഠിക്കാമെന്ന് കുറേ ആളുടെ ഡൗട്ടാണ് ഗൈസ്. IT പ്രത്യേകിച്ച് നമ്മുടെ ആപ്പിലും ഓൺലൈൻ ക്ലാസ്സസിലൊന്നും IT എടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ IT എങ്ങനെ പഠിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IT നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുള്ളത് IT പഠിച്ചുകൊണ്ട് പോവാം. അതായത് ഒരു ലാസ്റ്റ് 3 months വരെയൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും നിങ്ങൾ പ്രാക്ടിക്കലൊക്കെ ചെയ്ത് പഠിക്കുക. മാക്സിമം പ്രാക്ടിക്കൽ ചെയ്യാൻ തന്നെ നോക്കുക കേട്ടോ ഗൈസ്. പിന്നീട് പ്രാക്ടിക്കൽ മാക്സിമം ചെയ്താൽ മതി. പിന്നീട് ലാസ്റ്റത്തെ ഒരു 3 months, അതായത് പബ്ലിക് എക്സാമിന് മുന്നേയുള്ള ഒരു 3 months നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ നിങ്ങൾക്ക് IT ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു 3 months or 2 months മാത്രം മതി നിങ്ങൾക്ക് IT ഫുൾ A+ കിട്ടാൻ. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഞാൻ ഒരു കാര്യം പറയാം, IT ഏറ്റവും കുട്ടികൾ ജയിക്കുന്നുള്ളത്. അതായത് മറ്റുള്ള സബ്ജക്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ IT ഏറ്റവും കുറവ് കുട്ടികൾ തോക്കുന്നുള്ളത്. അത് വളരെ 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 കുറവ് പെർസെൻറ്റേജ് കുട്ടികൾ മാത്രമാണ് IT തോൽക്കുന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് വെക്കുക. IT നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ A+ തന്നെ നേടാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ സിമ്പിളാണ് IT. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഒന്നും തന്നെ പേടിക്കാനുള്ള. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചോ, ഞാൻ റിപ്ലൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ടു മേക്ക് ഷോർട്ട് നോട്ട്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് നോട്ട് മേക്കിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഷോർട്ട് നോട്ട്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡഡ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതെന്തായാലും പോയി കാണാം. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് നോട്ട് മേക്കിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാം. എന്തായാലും നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ടീച്ചർ നോട്ട് കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ നോട്ട് കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം എഴുതുക. ഏതെങ്കിലും ഒരു ബുക്ക് ടീച്ചറെ കാണിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം എവിടെയെങ്കിലും ഒന്ന് എഴുതുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി വെക്കുക. അതിന് നോട്ടിൽ തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും റഫ് ബുക്കിൽ എഴുതിയാലും മതി, ടീച്ചർ പറയുമ്പോൾ എഴുതിയാലും അങ്ങനെയൊക്കെ മതി. ഓക്കെ, അതാണ് അതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, റൈറ്റിംഗ് സ്പീഡ് കൂടും. പിന്നൊന്ന്, മാക്സിമം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും. പിന്നൊന്ന്, നമുക്ക് എക്സാം ടൈമിൽ ഈ എഴുതിയതൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ബ്രെയിനിൽ നമുക്ക് റീഫ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇമ്പോർട്ടൻസ് ഓഫ് നോട്ട് മേക്കിംഗ്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു നോട്ട് മേക്ക് ചെയ്യുക. എനിക്കറിയാം കുറേ സ്കൂളിലൊക്കെ നോട്ടൊന്നും ആരും മൈൻഡ് ചെയ്യാറില്ല. നോട്ട് ഫുള്ള് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വെക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എനിക്കും അവസാനം SSLC പബ്ലിക് എക്സാം ഒക്കെ ആകുമ്പോൾ ഒരുപാട് നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാണ്ടായിരുന്നു. ഇപ്പോഴും ആ നോട്ട് കംപ്ലീറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതുകൊണ്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, മാക്സിമം നോട്ട്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ പഠിക്കുക അതിനോടൊപ്പം തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ് 12th ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, ഹൗ മെനി ഹവേഴ്സ് ടു സ്റ്റഡി ടു ഗെറ്റ് ഫുൾ A+ ഇൻ ഓൾ സബ്ജക്ട്സ്. എത്ര മണിക്കൂർ പഠിക്കണം എന്നാണ് എല്ലാ സബ്ജക്റ്റിലും ഫുൾ A+ കിട്ടാൻ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും പഠിക്കുന്ന ടൈം വ്യത്യാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരു ദിവസം ഇപ്പോഴൊക്കെ ഒരു ദിവസം ഒരു 1 hour അല്ലെങ്കിൽ ഒരു 30 minutes ഒക്കെ പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ കോൺസെപ്റ്റ് മാത്രം അല്ല, എല്ലാ ദിവസവും എടുത്ത കോൺസെപ്റ്റ് ആ ദിവസം തന്നെ ക്ലിയർ ചെയ്ത് പോവുക. അത്ര മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്. അല്ലാതെ മണിക്കൂറുകളോളം പഠിക്കുകയൊന്നും വേണ്ട. ലാസ്റ്റത്തെ ഒരു 2 month ആകുമ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, എനിക്ക് പറ്റിയ തെറ്റുകളൊക്കെ ഞാൻ ആ ഒരു സമയത്ത് പറയാം. ആ ഒരു സമയത്ത് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് ഉപകാരപ്പെടുകയും നിങ്ങളത് ഓർമ്മിച്ച് വെക്കുകയും ചെയ്യൂ. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് ആ ഒരു സമയം വരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആ ഒരു സമയം വരെ അല്ല, നമുക്ക് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസും എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഈ ഒരു ചാനൽ അപ്ഡേറ്റഡ് ആയിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഗൈസ്. അടുത്ത പോയിന്റിലേക്ക് പോകാം.
Is it possible to get full A plus in maths? Sorry, A plus in maths for a person who lacks basics in their in enough? Is there enough time ടു ഇംപ്രൂവ്? അതായത് ഹൗ ടു സ്റ്റഡി മാത്സ്, ഇതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. മാത്സിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഇത് ഞാൻ നിങ്ങളോട് പറയാം. മാത്സിൽ ബേസിക്സ് ഇല്ലാതെ നിങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ബേസിക്സ് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ടൈമിൽ, അതായത് ഈ ഒരു വെക്കേഷൻ ടൈമിൽ നിങ്ങൾ ബേസിക്സ് പഠിക്കുക. അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക്സ് ഇല്ലാതെ നിങ്ങൾക്ക് ഇനി +1 പ്ലസ് 2 നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് എടുക്കുന്നുള്ളത് ബേസിക്സ് ആണ്. അഗ്നിയിലായാലും കിങ്സ് 11 ബാച്ചിലായാലും സേലത്തിൻ്റെ ബാച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ നമുക്ക് ബേസിക്സ് ആണ് എടുക്കുന്നത്. മാത്സിലൊക്കെ പ്ലസ് ആണ് നമുക്ക് എടുക്കുന്നത്. 221 + 232 അങ്ങനെയൊക്കെ പ്ലസ് ആണ് നമുക്ക് കിങ്സ് 11 ബാച്ചിൽ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബാച്ചിൽ ഞാനൊന്നും പറയല്ല, ഞാൻ അത്രയ്ക്കും ബേസിക്സ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ബേസിക്സ് എന്തായാലും നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ഇനി 1 ഇയർ ഉണ്ട്. 1 ഇയറിൽ നിങ്ങൾ ഭയങ്കര കടുകട്ടിയേറിയ സിലബസ് ഒന്നല്ല പഠിക്കുന്നത്, വളരെ സിമ്പിളായ സിലബസ് ആണ്. സിലബസിനെ കുറിച്ച് ഞാൻ മുന്നോട്ട് പറയാം. അപ്പോൾ മാത്സിലൊക്കെ ബേസിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് മാത്സ് പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഞാൻ പബ്ലിക് എക്സാമിൻ്റെ തലേ ദിവസം ഏകദേശം ഒരു 100+ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയി ഡെയിലി ഒരു 10 ക്വസ്റ്റ്യനൊക്കെ ചെയ്താൽ മതി. ഒരു വർക്ക് ബുക്ക് ഉണ്ടാക്കുക. നിങ്ങളുടെ സ്കൂളിലൊക്കെ വർക്ക് ബുക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നല്ലൊരു വർക്ക് ബുക്ക് ഉണ്ടാക്കുക. വർക്ക് ബുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഒന്ന് ചെയ്യുക. അതിപ്പം എവിടുന്നാ മാത്സ് ക്വസ്റ്റ്യൻ കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. മാത്സ് ക്വസ്റ്റ്യൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും കേസ്? നമുക്കിപ്പോൾ ഗൂഗിൾ ചെയ്താൽ തന്നെ ഒരുപാട് മാത്സ് ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ PYQ ഇല്ലാത്തത് നിങ്ങൾക്കൊരു വലിയ പ്രശ്നമാണ്. എന്തായാലും നിങ്ങൾക്ക് മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് തന്നെ സോൾവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, എന്നിട്ട് അത് സോൾവ് ചെയ്യുക. വളരെ ക്യൂരിയസ് ആയിട്ട് പഠിക്കുക കേസ്, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റഡി റൊട്ടീൻ പറയാവുന്നതാണ്. അതായത് ഒരു ദിവസം എങ്ങനെയാണ് ഒരു കുട്ടി പഠിക്കേണ്ടത്, അതൊക്കെയാണ് 14ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഒരു ദിവസം നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേൽക്കുക, എഴുന്നേറ്റതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രീ ആവുക. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കും. അതിനുശേഷം നമ്മൾ സ്കൂളിലേക്ക് പോകും. ഞാൻ ചെയ്തതാണ് ഞാൻ പറയുന്നത്. സ്കൂളിലേക്ക് പോകും. സ്കൂളിലേക്കൊക്കെ പോയി വന്നിട്ട് കുറച്ച് സമയം വെറുതെ ആയിരിക്കും, കളിക്കും. പിന്നീട് കുളിച്ചിട്ട് നമ്മൾ സ്കൂളിലത്തെ വർക്കും നമ്മുടെ അസ്ത്ര ബാച്ചിലെ, അതായത് ഓൺലൈൻ ട്യൂഷനിലെ ക്ലാസ്സൊക്കെ കേൾക്കും. അതിനുശേഷം അന്ന് സ്കൂളെടുത്ത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യും. അത്ര മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്ര സിമ്പിളാണ്, എത്ര ഈസിയിൽ നമുക്ക് ഫുൾ A+ നേടിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈസി എന്ന് വെച്ചിട്ട് നിങ്ങൾ അതിന് എളുപ്പമാക്കിയിട്ട് കളയാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക, നിങ്ങൾ കിട്ടും ഗൈസ്, എന്തായാലും കിട്ടും. ഓക്കെ, സ്റ്റഡി റൊട്ടീൻ ഏകദേശം ഇത് തന്നെയാണ്. അപ്പോൾ വേറെ സ്റ്റഡി റൊട്ടീൻ ആയിട്ട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ 15th ക്വസ്റ്റ്യൻ പറയാം. ഈസ് ഇറ്റ് നെസസറി ടു സ്റ്റഡി ഓൾ ഡേയ്സ്? എല്ലാ ദിവസവും പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇവിടെ വേർത്തതാണ് കേട്ടോ, വേർത്ത് പോയി. ഇവിടെ ഫാൻ ഇടാതെയാണ് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഫാൻ ഇടാതെ ഇരുന്നുകൊണ്ട് തന്നെ വോയിസിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈസ് ഇറ്റ് നെസസറി ടു സ്റ്റഡി ഓൾ ഡേ? എല്ലാ ദിവസവും പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസെപ്റ്റ് മാത്രം അന്നത്ത് ക്ലിയർ ചെയ്താൽ മാത്രം മതി. അല്ലാതെ എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു 12 hour 10 മണിക്കൂറോ 2 മണിക്കൂറോ അങ്ങനത്തെ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. അന്നത്തെ വർക്കൊക്കെ ചെയ്യാം, അതിനുശേഷം അന്നെടുത്ത് റിവൈസ് ചെയ്യാം, അത്ര മാത്രമാണ്. ഓക്കെ, പിന്നുള്ളത് ഹൗ ടു സ്റ്റഡി ഓർഗാനിക് കെമിസ്ട്രി. മക്കളെ, നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി ഇപ്പോഴേ നിങ്ങൾ വലിയ തലച്ചൂടാക്കേണ്ട ആവശ്യമില്ല. കാരണം ഓർഗാനിക് കെമിസ്ട്രി വളരെ ഒരു കടലിൽ നിന്ന് ഒരു സ്പൂണിൽ വെള്ളം എടുക്കുന്ന അത്ര മാത്രമേ ഓർഗാനിക് കെമിസ്ട്രി 10th ഉള്ളൂ. ഇനി +1 വളരെയധികം ഉണ്ട്, +2 +1 ഓർഗാനിക് കെമിസ്ട്രി വളരെയധികം ഉണ്ട് എന്നാണ് നമ്മുടെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 10th ഓർഗാനിക് കെമിസ്ട്രി വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ സിലബസിലെ കെമിസ്ട്രി ഞാൻ കണ്ടിട്ടില്ല, എന്നാലും വളരെ കുറവായിരിക്കും. കാർബണിൻ്റെ കുറച്ച് ചെയിൻസിനെ കുറിച്ചൊക്കെ മാത്രമാണ് പഠിക്കാനുള്ളത്. പിന്നെ അമോണിയയുടെ പ്രിപ്പറേഷൻ, അത് ഓർഗാനിക് അല്ലേ. ഓക്കെ, അങ്ങനെ ചെറിയ സിമ്പിൾ കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ ടു സോൾവ് പ്രൂവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇൻ മാത്സ്? മാത്സിൽ എങ്ങനെ പ്രൂവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാമെന്നാണ്. എൻ്റെ കാര്യം പറയാണ്. ഞാൻ 10th ഫസ്റ്റ് തുടങ്ങുമ്പം എനിക്ക് ഏറ്റവും ടഫായിട്ടുണ്ടായിരുന്നുള്ളത് പ്രൂവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു മാത്സിൽ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റും മാത്സ് ആണ്. അതിലെനിക്ക് ഏറ്റവും ടഫ് ക്വസ്റ്റ്യനും മാത്സിലെ പ്രൂവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ
അപ്പോൾ എന്താ പ്രൂവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പ്രൂവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. മാത്സിന്റെ കോൺസെപ്റ്റ് നിങ്ങൾ മാക്സിമം ക്ലിയർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മാക്സിമം പ്രൂവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ക്ലാസ്സിൽ മാത്സിന്റെ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു നോട്ട് ബുക്കും പെന്നൊന്നും ഇല്ലാതെ ഇരിക്കരുത് ഗൈസ്. നിങ്ങൾ മാക്സിമം ഒരു നോട്ടൊക്കെ എടുത്തിട്ട് ഇരിക്കുക. അതിനുശേഷം അതിൽ പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പ്രൂവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് പ്രൂവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതാ? ഹൗ ടു സ്റ്റഡി സോഷ്യൽ എങ്ങനെ പഠിക്കാമെന്നൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഹൗ ടു സ്റ്റഡി ഫുൾ സബ്ജക്റ്റ് എന്നുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്യാം. ഇപ്പം തന്നെ കുറച്ച് മിനിറ്റ് ആയി, അധികം ലെങ്ത് ആയി. ഹൗ മെനി ചാപ്റ്റേഴ്സ് വി ഷുഡ് ഫിനിഷ് ഇൻ ദിസ് വെക്കേഷൻ? ഈ ഒരു വെക്കേഷനിൽ എത്ര ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അസ്ത്ര ബാച്ചിൽ ഉണ്ടായ ഒരു കുട്ടിയാണ്. അസ്ത്ര ബാച്ചിൽ എനിക്ക് 2 ചാപ്റ്ററിലോ എനിക്ക് ഓർമ്മയില്ല, 2 ചാപ്റ്റർ ആണ് തീർത്തതെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 1-2 ചാപ്റ്റർ ഒക്കെ തീർത്താൽ മതി. ഓക്കെ, ഈ ഒരു വെക്കേഷൻ വലിയ അധികം ചാപ്റ്ററോ വലിയ സിലബസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയ പേടിക്കാനും ഇല്ല. നിങ്ങൾ പറ്റുന്നത് മാക്സിമം പഠിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൊതുകാണ് കൊതുക്. അപ്പോൾ പറ്റുന്നത് മാക്സിമം പഠിക്കുക. അപ്പോൾ അത്ര മാത്രമാണ് പറയാനുള്ളത്. അല്ലാതെ നിങ്ങൾ ഇത്ര ചാപ്റ്റർ പഠിക്കണം വെക്കേഷനിൽ ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒരു 1 ചാപ്റ്റർ എന്തായാലും, ഒരു ചാപ്റ്റർ എന്തായാലും നിങ്ങൾ പഠിക്കണം. അപ്പോൾ അതിന് കൂടിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കിപ്പോൾ അധികം ആൾക്കാർക്കും 10th ഇപ്പോൾ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി വെക്കേഷൻ ഒന്നും ഇല്ല. ഞാൻ ഇത് പറയാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പോൾ നമുക്ക് നോക്കാം. ടൈം മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതാണ്. ടൈം മാനേജ്മെന്റ് നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ടൈമും വേസ്റ്റ് ചെയ്യാതെ നിൽക്കുക. അത് ഇപ്പോൾ പഠിക്കേണ്ട സമയത്താണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് പഠിച്ചാൽ മാത്രം മതി ഗൈസ്. അത് നിങ്ങൾക്ക് ടൈം ഇനി എത്ര സമയം പഠിച്ചാലും മതി. പഠിക്കേണ്ട സമയം കറക്റ്റായിട്ട് പഠിക്കുക. അതിന് 10 മിനിറ്റ് ആയാലും 1 മിനിറ്റ് ആയാലും 1 മിനിറ്റ് പഠിക്കുന്നത് കറക്റ്റായിട്ട് പഠിക്കുക. അതിന് മറ്റുള്ളവർക്ക് കാണിക്കാനോ അതിങ്ങനെ എന്താ പറയുക, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പേരിന് ഇങ്ങനെ ബുക്ക് തുറന്ന് വെക്കുക അങ്ങനെയൊന്നുമല്ല. പഠിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ഒക്കെ കറക്റ്റോ. ടൈം മാനേജ്മെന്റ് എന്ന് മാത്രമേ എനിക്ക് ആ ഒരു കമന്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് എക്സാം ടൈമിലാണോ ഡെയിലി ലൈഫിലാണോ എന്നൊന്നും എനിക്കറിയില്ല. എക്സാം ടൈമിലുള്ള ടൈം മാനേജ്മെന്റ് ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. ഇപ്പോഴല്ല, നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ ടൈമിൽ കുറച്ച് മുമ്പായിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ, പിന്നീട് ടൈം മാനേജ്മെന്റ് നിങ്ങൾ ഡെയിലി നിങ്ങൾ എപ്പോഴാണ് പഠിക്കേണ്ട സമയം ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് പഠിച്ചാൽ മാത്രം മതി. അധികമായിട്ട് പഠിക്കാനൊന്നുമില്ല കേട്ടോ. പിന്നീടുള്ളത് ഡു വി ഗെറ്റ് ഫുൾ A+? അത് ഞാൻ തന്നെ ക്രിയേറ്റ് ഇംഗ്ലീഷ്. യൂട്യൂബ് ക്ലാസ്സസ് മാത്രം കണ്ടാൽ നമുക്ക് ഫുൾ A+ കിട്ടുമെന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് എൻ്റെ ഒരു സ്റ്റഡി ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബ് ക്ലാസ്സിൻ്റെ സത്യാവസ്ഥ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. SLCയിൽ അങ്ങനെയല്ല. SLCയിൽ നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ് കണ്ടാൽ മാത്രം മതി ഫുൾ A+ കിട്ടാൻ. എൻ്റെ എത്രയോ ഉദാഹരണമുണ്ട് യൂട്യൂബ് ക്ലാസ് മാത്രം കണ്ടിട്ട് ഫുൾ A+ കിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ. പക്ഷേ നിങ്ങൾ അസ്ത്ര ബാച്ചിൽ കൂടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അസ്ത്ര ബാച്ചിലല്ല, നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ ട്യൂഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. യൂട്യൂബ് ക്ലാസ് തന്നെ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ നിങ്ങൾ കലോത്സവത്തിനൊക്കെ പോകുമ്പം നിങ്ങൾക്ക് ഈ ഓൺലൈൻ ബാച്ചസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഏതെങ്കിലും ബാച്ചസ് ഒക്കെ എടുത്തിട്ടുണ്ടോ, ഇനി എടുക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അസ്ത്ര ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഞാൻ അസ്ത്ര ബാച്ചിനെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് അസ്ത്ര ബാച്ചിനെ കുറിച്ചുള്ള മുഴുവനായിട്ടും ഡൗട്ടും ക്ലിയർ ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ഹൗ ടു സ്റ്റഡി വിത്ത് ഫുൾ സ്പിരിറ്റ്. നമ്മുടെ ഭാഷയോടെ എങ്ങനെ പഠിക്കാന്നുള്ളൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഭാഷയോടെ പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ തന്നെ ഏജുള്ള ഗ്രൂപ്പിലുള്ള യൂട്യൂബ് ചാനലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ക്ലാസ്സിലുള്ള ആൾക്കാരുടെയൊക്കെ പഠിക്കുന്ന രീതി നിങ്ങളൊന്ന് നോക്കുക ജസ്റ്റ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് ചാലഞ്ച് ചെയ്യാം. അടുത്ത എക്സാം ആകുമ്പോൾ ഞാൻ നിന്നെ തോൽപ്പിച്ചിരിക്കും, നിന്നെ മാർക്ക് കൊണ്ട് ഞാൻ നിന്നെ ഓവർകം ചെയ്തിരിക്കും, നിന്നെക്കാളും മാർക്ക് എനിക്ക് ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ചാലഞ്ച് ചെയ്ത് നോക്ക്. അപ്പോൾ അവർ നിങ്ങളെ ബെറ്റൊക്കെ ഇടും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു സ്പീഡിൽ നിങ്ങൾ പഠിക്കാൻ വഴിയുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇങ്ങനെ പല വഴികൾ ഉണ്ടാക്കാം. നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ചാലഞ്ച് ചെയ്യാനുള്ള വഴികൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് പറയുന്നത്. ഫുൾ സ്പിരിറ്റായി ഭാഷയോടെ പഠിക്കാൻ തന്നെയാണുള്ളത്. പിന്നീട് നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് ഒക്കെ ഞാൻ ഒരു പോസ്റ്റ് ഇടാം. നിങ്ങൾക്ക് ക്രിസ്മസ് ഓണം എക്സാം ഒക്കെ ആകുമ്പോൾ ഞാൻ ഒരു പോസ്റ്റ് ഇടാം. നിങ്ങൾക്ക് ഓണം എക്സാമിൽ എല്ലാത്തിലും എത്ര മാർക്ക് ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു പോസ്റ്റ് ഇടാം. അപ്പോൾ ആ ഒരു പോസ്റ്റിന്റെ കമന്റ് ബോക്സിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. മറ്റുള്ളവരുടെ മാർക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ചില ആൾക്കാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. അവരുടെ മാർക്കെല്ലാം നിങ്ങൾ നോക്കേണ്ടത് കൂടിയ ആൾക്കാരുടെ മാർക്ക് കണ്ടിട്ട് അവന് ഇത്ര മാർക്കുണ്ട്, അപ്പോൾ എനിക്ക് ആ ഒരു മാർക്കിലേക്ക് എത്തണം എന്നൊരു ആ ഒരു വാശി നിങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഹൗ ടു ഗെറ്റ് റിഡ് ഫ്രം അവർ ലേസിനെസ്. നമ്മുടെ ലേസിനെസ് എങ്ങനെ, മടി എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പല ആൾക്കാരും മടി, ഫോൺ നോക്കിയിട്ടായിരിക്കും മടി ഉണ്ടാവുക. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ആയിരിക്കും എല്ലാവരും മടി ആവാനുള്ള കാരണം. അപ്പോൾ സത്യം പറയാം, എനിക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ഇടയ്ക്കിടയ്ക്കാണ് ലോഗിൻ ചെയ്യാറ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത്രയ്ക്കും അഡിക്റ്റഡ് ആണെങ്കിലാണ് ഞാൻ പറയുന്നത്, ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് നിങ്ങളൊന്ന് ഡിലീറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു 1 month or 2 months നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് വെക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാം തുറക്കാനേ തോന്നില്ല. ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ ഓണം എക്സാം അല്ലെങ്കിൽ ഓണം എക്സാം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്തായിരുന്നു. പിന്നീട് അങ്ങനെ 2 മാസത്തോളം ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീട് നമുക്ക് ഇൻസ്റ്റാഗ്രാം തുറക്കാനേ തോന്നുന്നില്ല. പിന്നീട് മുഴുവൻ യൂട്യൂബിലായിരുന്നു. ഓക്കെ, അത് തന്നെയാണ്. നിങ്ങൾ മാക്സിമം ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കുക. പിന്നീട് എന്താ, ലേസിനെസ്, മടി മാക്സിമം ഒഴിവാക്കി വെക്കാന്നേ ഉള്ളൂ. മാക്സിമം സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മോട്ടിവേഷൻ വരും, നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, നിങ്ങൾ ആരൊക്കെ എങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട്, നിങ്ങളും അതേപോലെ പഠിക്കണം എന്നുള്ള മോട്ടിവേഷൻ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ബ്രെയിനിൽ അത് ഫീഡാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിക്കാൻ തുടങ്ങും ഗൈസ്. അത് ഒരു ട്രുത്താണത്. അത് നിങ്ങൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ടു ബി എ മോർണിംഗ് ഏർലി ബേർഡ്. രാവിലെ എങ്ങനെ എഴുന്നേൽക്കാതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും നിങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ പബ്ലിക് എക്സാമിൻ്റെ സമയത്തടക്കം 7 മണിക്ക് എഴുന്നേറ്റ ഒരാളാണ് ഞാൻ. അപ്പോൾ പല ആൾക്കാർക്കും പല സമയത്താണ് പഠിക്കേണ്ട മൂഡ് ഉണ്ടാവുക. എനിക്ക് നൈറ്റിലാണ് ഞാൻ പഠിക്കാറുള്ളത്. രാവിലെ ഞാൻ എഴുന്നേൽക്കാറേ ഇല്ല. രാവിലെ ഞാൻ ഇന്ന് എഴുന്നേറ്റത് 10:30-ക്കാണ്. എക്സാം ടൈമിലൊക്കെ, പബ്ലിക് എക്സാം ടൈമിൽ ഞാൻ 6 മണി 7 മണിയൊക്കെ ആ ഒരു ടൈമിലാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എൻ്റെ ഏകദേശം ആ ഒരു സമയം. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. നിങ്ങൾ ഇഷ്ടപ്പെട്ട കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾ പഠിക്കുക. ഒരു മിത്ത് ബ്രേക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെയാണോ പഠിക്കുന്നത് ബെറ്റർ, നൈറ്റിൽ പഠിക്കുന്നതാണ് ബെറ്റർ എന്നുള്ള വീഡിയോ ആണ് അടുത്ത കണ്ടന്റ് ആയിട്ട് വരുന്നുള്ളത്. അപ്പോൾ അതറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഞെക്കി ഓളിൽ വെക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റഡി പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാണ്, സ്റ്റഡി പ്ലാൻ നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നിങ്ങൾക്ക് ബെറ്റർ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ അതിൽ പറഞ്ഞ് അധികം വലിച്ചു നീട്ടുന്നില്ല. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് ദർ എനി ഇഷ്യൂ ഇഫ് വി ഗോ ഫോർ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ട്യൂഷൻ അലോങ് വിത്ത് സ്കൂൾ? ഓൺലൈനും ഓഫ്ലൈനും ട്യൂഷൻ എടുത്ത ചില ആൾക്കാരുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളെ തന്നെ പ്രഷർ കുറക്കാതെ, പ്രഷറൈസ്ഡ് ആവാതെ നോക്കുക. ആൻഡ് നിങ്ങൾ അതൊക്കെ എൻജോയ് ചെയ്ത് പഠിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓൺലൈനും ഓഫ്ലൈനും 2 ട്യൂഷനും വേണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഓൺലൈൻ എങ്കിൽ ഓൺലൈൻ ട്യൂഷൻ മതി, ഓഫ്ലൈൻ എങ്കിൽ ഓഫ്ലൈൻ ട്യൂഷൻ മാത്രം മതി. അല്ലാതെ നിങ്ങൾ കുറേ ബേർഡൻ ആയി പോകും നിങ്ങൾക്കത്. ഓൺലൈൻ ട്യൂഷൻ്റെ ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യേണ്ടി വരും. ഓഫ്ലൈൻ ട്യൂഷനിൽ പോകുന്ന അത് അവിടെ നിന്ന് വർക്ക് ചെയ്യേണ്ടി വരും, സ്കൂളിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടി വരും. അതിൻ്റെ അടുത്ത് റിവിഷൻ നടത്തണം, എക്സാം ടൈമിൽ എക്സാം പ്രിപ്പറേഷൻ വേണം. അപ്പോൾ അതൊക്കെ വന്നിട്ട് നിങ്ങൾ കുറച്ച് ടെൻസ്ഡ് ആയി പോകും. അപ്പോൾ ചേർന്നിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണം, നിങ്ങൾ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഒന്ന് പ്രിപ്പയർ ആയി നിൽക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളൊന്നുകൊണ്ട് പേടിക്കാനില്ല. കഴിഞ്ഞ കൊല്ലം ഞാൻ 10th ഉണ്ടാകുമ്പോൾ ഇതേപോലെ കുറേ ആൾക്കാർ ഓൺലൈൻ ഓഫ്ലൈൻ പിന്നെ സ്കൂളിലും പോയിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സംഭവം പറയുന്നുള്ളത്. അപ്പോൾ എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈസ് ഇറ്റ് പോസിബിൾ ടു ഗെറ്റ് ഫുൾ മാർക്ക് വിത്തൗട്ട് PYQ? അതായത് നിങ്ങൾക്കിപ്പം PYQ ഇല്ല, നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ സിലബസിനെ കുറിച്ച് പറയാം. പുതിയ സിലബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സോഷ്യലിൻ്റെ ബുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ സോഷ്യലിൻ്റെ ടീച്ചറാണ്. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ അമ്മ സോഷ്യലിൻ്റെ ടീച്ചറാണ്. അപ്പോൾ അമ്മയുടെ സോഷ്യൽ ബുക്ക് ഞാൻ കണ്ടു. 10th അമ്മ എടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ 10th പഠിച്ചിരുന്നു. അപ്പോൾ ഇക്കൊല്ലം ഞാൻ 10th പുതിയ സിലബസ് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നോക്കുമ്പോൾ അതിൽ നമുക്ക് റൂസോ മോണ്ടസ്ക്യൂ, അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് അധികം ഒന്നും പഠിക്കാനില്ല. അതായത് റൂസോ മോണ്ടസ്ക്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പം. അതിൽ നമുക്ക് റൂസോനെയും മോണ്ടസ്ക്യൂനൊക്കെ കുറിച്ചിട്ട് ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ. നിങ്ങൾക്ക് അതൊരു 1 page ആയിട്ടുണ്ട്. അപ്പോൾ അത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വലിയ കടുകെട്ടിയേറിയ സിലബസ് ഒന്നും അല്ല ഇത്. അപ്പോൾ കുറച്ച് നമ്മളെ ഇല്ല സിലബസിനെ തന്നെ കുറച്ചൊന്ന് വലിച്ചു നീട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വലിയ രീതിയിൽ നിങ്ങൾക്ക് പുതിയ സിലബസിനെ കുറിച്ചിട്ട് പേടിക്കാനൊന്നുമില്ല ഗൈസ്. PYQ നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾക്കൊരു എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഗവൺമെൻറ് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. എല്ലാ എക്സാംസിനും മുന്നേയും നിങ്ങൾക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് എനിക്കൊന്ന് നിങ്ങൾക്ക് 9th ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ. അപ്പോൾ അതേപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് റിലീസ് ചെയ്യും. പിന്നെ മാക്സിമം ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എക്സാമിലൊക്കെ നല്ല രീതിയിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. PYQ ഉണ്ടായിരുന്നെങ്കിൽ അത് ബെറ്റർ ആയിരുന്നേനെ, വളരെ യൂസ്ഫുൾ ആയിരുന്നേനെ. പക്ഷേ PYQ ഇല്ലാത്തൊരു അവസ്ഥയിൽ നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്താൽ മതി. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കാനില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് നോക്കാം.
ഡിഡ് ഐ സ്റ്റഡിഡ് ഇൻ വെക്കേഷൻ ടൈം? എന്നോടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഞാൻ വെക്കേഷൻ ടൈമിൽ പഠിച്ചിട്ടുണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. വെക്കേഷൻ ടൈമിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ക്ലാസ്സസ് ഒക്കെ കാണാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കോൺസെപ്റ്റ് ആ ഒരു ക്ലാസ്സിൽ തന്നെ ക്ലിയർ ആവുന്നതുകൊണ്ട് എനിക്ക് വേറെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാനോ അത് വേണ്ടി പ്രത്യേകിച്ച് റിവിഷന് വേണ്ടിയിട്ടൊന്നും ഞാൻ ആയിരുന്നില്ല. ഞാൻ പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ് കാണും, എന്നിട്ട് സ്കൂളിൽ ക്ലാസ് ഉണ്ടാകുമ്പോൾ അവിടെ പോയിട്ട് പഠിക്കും, വീട്ടിൽ വരും, പിന്നെ ഫോൺ നോക്കി ഇങ്ങനെ കളിക്കുക. അതൊക്കെ മാത്രമായിരുന്നു ഈ ഒരു സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ആവാൻ പാടില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവിഷനൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഗൈസ്. കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ്. അല്ലാതെ ലാസ്റ്റത്തെ 2 മാസം നിങ്ങൾ ഇങ്ങനെ കുത്തി എഴുതി പഠിച്ചിട്ട് ഫുൾ എ പ്ലസ് വാങ്ങാം. ഞാൻ അത് പോസിബിൾ ആണ്, അത് പ്രൂവ് ചെയ്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ചിലപ്പോൾ കമൻറ്റൊക്കെ വരും, ഇവരൊക്കെ വെറും തള്ള വിടുന്നതാണ്, ലാസ്റ്റത്തെ 2 മാസം പണിയെടുത്താൽ തന്നെ ഫുൾ എ പ്ലസ് ഉണ്ട് ഗൈസ്. പക്ഷേ നിങ്ങൾക്ക് ലാസ്റ്റത്തെ 2 മാസം കുത്തിയിരുന്ന് കഷ്ടപ്പെടണോ, ഒരു മിതമായ രീതിക്ക് പഠിച്ചു പോയിട്ട് ഈസി ആയിട്ട് ഫുൾ എ പ്ലസ് വാങ്ങണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റഡി ടിപ്സ് ഫോർ 8th 9th സ്റ്റുഡൻസ്. അതിൽ ആ ഒരു പോസ്റ്റിൽ വന്നൊരു കമന്റ് ആട്ടത്. അപ്പോൾ 8th 9th കുട്ടികളോടക്ക് സ്റ്റഡി ടിപ്സ് ഉണ്ടോന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പഠിപ്പിച്ച കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്താൽ മാത്രം മതി കുട്ടികൾ. ഗൈസ് നിങ്ങൾ അധികം ടെൻഷൻ ആവാനൊന്നും പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്സാമിൽ നിങ്ങൾ മാർക്കൊന്നും വലിയ കാര്യമൊന്നും ആക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ആ ഒരു പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി, അത്ര മാത്രം മതി. നിങ്ങൾ ഒരു 9th കാരോട് എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. 10th എത്തുമ്പോൾ നിങ്ങൾ ആ ഒരു മാർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, കോൺസെപ്റ്റിലും മാർക്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കോൺസെപ്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോറി തെറ്റിപ്പോയതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈസ് ഇറ്റ് പോസിബിൾ ടു ഗെറ്റ് ഫുൾ എ പ്ലസ് വിത്ത് ന്യൂ സിലബസ്? പുതിയ സിലബസിൽ ഫുൾ എ പ്ലസ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നല്ലേ ആയിരിക്കും. അപ്പോൾ അതിനുള്ള റിപ്ലൈ ആണ് എനിക്ക് പറയാനുള്ളത്. മച്ചാവരെ ഗൈസ്, ഫുൾ എ പ്ലസ് കിട്ടാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത സിലബസ് ഒന്നല്ല അത്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത സിലബസ് ഇട്ടിട്ട് അവർക്ക് എന്താ ഉപകാരം? അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സിലബസും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫുൾ എ പ്ലസ് നേടാൻ പറ്റുന്ന ഒരു സിലബസും മാത്രമേ അവർ തരുള്ളൂ, അത് മാത്രമേ നിങ്ങൾക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു സിലബസ് വെച്ചിട്ട് ഫുൾ എ പ്ലസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് എല്ലാ സഹായത്തിനും, എന്ത് ഡൗട്ടിനും, എല്ലാത്തിനും നമ്മൾ സീനിയേഴ്സും ഞാനും ഇവിടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻസിനൊക്കെ, ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഒക്കെ പഠിച്ച സ്റ്റുഡൻസ് തന്നെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ. അതൊക്കെ ഭയങ്കര സന്തോഷം കേസ് അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈസ് ഇറ്റ് പോസിബിൾ ടു ഗെറ്റ് ഫുൾ എ പ്ലസ് ഫോർ എ ആവറേജ് സ്റ്റുഡൻറ് വിത്തൗട്ട് ഗ്രേസ് മാർക്ക്? അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആവറേജ് സ്റ്റുഡൻറ് ഇനി ബിലോ ആവറേജ് ആയാലും നിങ്ങൾക്ക് 1 year ടൈം ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് എന്തായാലും ഫുൾ എ പ്ലസ് നേടാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് മറ്റുള്ളവർ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് നേടാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നിങ്ങൾ അതിന് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വേറൊരു കാര്യം പറയാം. നിങ്ങൾ പല ആൾക്കാരുണ്ടാവും ഇപ്പോൾ തോറ്റവരുടെ മീൻസ് മാർക്ക് കുറഞ്ഞ ആൾക്കാരുടെ അഭിപ്രായം നിങ്ങൾ കേൾക്കുക. നിങ്ങൾ ഈ ഫുൾ എ പ്ലസ് കിട്ടിയ ആൾക്കാരോട് മാത്രം നിങ്ങൾ എങ്ങനെയാണ് സ്റ്റഡി ടിപ്സ് എന്ന് ചോദിക്കാതെ തോറ്റവരോട് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും മാർക്ക് കുറഞ്ഞവരോടും നിങ്ങൾ സ്റ്റഡി ടിപ്സ് ചോദിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം തോറ്റ ഒരാൾക്ക് മാത്രമേ അവൻ എങ്ങനെ തോറ്റു അല്ലെങ്കിൽ അവൻ എങ്ങനെ മാർക്ക് കുറഞ്ഞു എന്ന് അവർ മാത്രമേ പറയാൻ പറ്റുള്ളൂ. മാർക്ക് കൂടിയ ഒരാൾക്ക് എങ്ങനെ മാർക്ക് കൂടി എന്ന് പറയാൻ സാധിക്കാറില്ല മോസ്റ്റ് ഓഫ് ദ ടൈം. ഞാൻ പറയുകയാണ്. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, ഒരാളും ഒരു സോഷ്യൽ എന്താ പറയുക, നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ് ഇത്. ഞാൻ വല്ലാതെ പറയുന്നതല്ല, നിങ്ങൾ എല്ലാവരെയും ഒരുപോലെ കാണുക. അതിന് ഈ മാർക്ക് കുറഞ്ഞ ആൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അയാൾക്ക് മാത്രമേ എങ്ങനെ മാർക്ക് കുറഞ്ഞു, അതിനെ എങ്ങനെ കൂട്ടാൻ അയാൾക്ക് കഴിയുമെന്ന് അയാൾക്ക് മാത്രമേ അറിയൂ. അപ്പോൾ അയാൾക്ക് മാത്രമേ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഫുൾ എ പ്ലസ് കിട്ടിയ ഒരു ആളാണ്, അയാളോട് മാത്രമേ ഇത് ചോദിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. അപ്പോൾ ചിലപ്പം അവനല്ലെങ്കിൽ അവൾക്ക് എങ്ങനെ ആ മാർക്ക് കുറഞ്ഞെടുത്ത് കൂട്ടി വരാമെന്നൊന്നും അവന് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അവന് അതൊന്നും ഫേസ് ചെയ്ത ഒരാളായിരിക്കില്ല. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സംഭവം നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഗൈസ്. ഇത് നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രേസ് മാർക്ക്, NCC ആൻഡ് അതർ സർട്ടിഫിക്കറ്റ്. എൻ്റെ പൊന്നു മച്ചന്മാരെ, ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ USS ഉണ്ടെങ്കിൽ അതിരിക്കട്ടെ, നല്ലതാണ്. പിന്നെ NCC ഉണ്ടെങ്കിൽ അതുകൂടാ. മാക്സിമം സർട്ടിഫിക്കറ്റ്സും നിങ്ങൾക്ക് മാക്സിമം പോയിന്റ്സ് ഉണ്ടല്ലോ,
ഇപ്പം നമ്മുടെ 10th ഫുൾ A+ കിട്ടി, എനിക്ക് ഫുൾ A+ ആണ്. എന്നിട്ടും എനിക്ക് ഞാൻ വിചാരിച്ച സ്കൂളിൽ അഡ്മിഷൻ ഇതുവരെ സെറ്റ് ആയിട്ടില്ല. അലോട്ട്മെന്റിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഫുൾ A+ ഉണ്ട്, എനിക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഫുൾ A+ കിട്ടിയാൽ, ഇത് ഫുൾ A+ കിട്ടാനുള്ള ഒരു ഏടല്ല പറയുന്നത്. ഫുൾ A+ കിട്ടിയിട്ട് നിങ്ങൾക്ക് നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടേണ്ട ഒരു ടിപ്പ് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. മാക്സിമം സർട്ടിഫിക്കറ്റ്സ് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്നത് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. അതിന് കലോത്സവത്തിന്റെ സ്റ്റേറ്റിൽ പോയ സർട്ടിഫിക്കറ്റ് ആവട്ടെ, അതിന് ശാസ്ത്രോത്സവത്തിന്റെ സർട്ടിഫിക്കറ്റ് ആവട്ടെ, NCCന്റെ സർട്ടിഫിക്കറ്റ് ആവട്ടെ, വേറെന്താ SPSC ആവട്ടെ, എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ ഈ ഒരു കൊല്ലം നിങ്ങൾക്ക് എന്തൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും അതൊക്കെ കളക്ട് ചെയ്ത് വെച്ചാൽ ഗൈസ് നിങ്ങൾക്കത് +1 അഡ്മിഷൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ നിങ്ങൾ സീനിയേഴ്സ് ആയിട്ടുള്ള നമ്മളിപ്പം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഏകദേശം എനിക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ എൻ്റെ ഉണ്ട്. എന്നിട്ടും എനിക്ക് ഞാൻ വിചാരിച്ച സ്കൂളിൽ എനിക്ക് ഇതുവരെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല. കിട്ടുന്നത് പ്രാർത്ഥിക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ വിചാരിച്ച സ്കൂളിൽ എനിക്ക് ഇതുവരെ ട്രയലും വന്നിട്ടില്ല, ഫസ്റ്റ് വന്നിട്ടില്ല ഇതുവരെ. എന്തായാലും നോക്കാം. അപ്പോൾ നിങ്ങൾ മാക്സിമം സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കാം. അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും +1 അഡ്മിഷൻ എടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ടു ക്ലിയർ ബാക്ക്ലോഗ്സ് ഇൻ ഓൺലൈൻ ക്ലാസ്സസ്. ബാക്ക്ലോഗ്സ് ചിലപ്പം 80 ബാക്ക്ലോഗ്സ് ഉണ്ടെന്ന് ഞാൻ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ബാക്ക്ലോഗ്സ് വളരെ സിമ്പിളായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യുന്ന പല വ്ളോഗ്സ് ഞാൻ പണ്ട് എൻ്റെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ചെക്കൗട്ട് ചെയ്യാം. ഞാനും ഒരുപാട് ബാക്ക്ലോഗ്സ് ഒക്കെ ഉണ്ടായ ഒരാളാണ് കേട്ടോ. എനിക്ക് 40-ലധികം ബാക്ക്ലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ചെയ്തത് ഒരു 7 ക്ലാസ്സസ് ഒക്കെ, 7 ലൈവ് ക്ലാസ് അല്ലെങ്കിൽ 7 ക്ലാസ്സസ് ഒക്കെ ഞാൻ ഒറ്റ ദിവസത്തിൽ കാണും. അത് നിങ്ങൾ കണ്ണിനെ ഹാം ചെയ്യാത്ത രീതിയിൽ വേണം നിങ്ങൾ നോക്കാൻ. അതിന് ബ്ലൂ ലൈറ്റ് ഫിൽറ്ററിലെ കണ്ണട ഇട്ടാലും മതി, അല്ലെങ്കിൽ സ്ക്രീനിൽ തന്നെ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ അല്ലേ, എന്താ നൈറ്റ് ഷിഫ്റ്റ് അങ്ങനെ എന്തൊക്കെയോ പറയും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ അത്രയും അധികം ലോങ് ടൈം നിങ്ങളുടെ സ്ക്രീൻ ടൈം അത്രയും കൂടുതലാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് യൂസ് ചെയ്യാം, നല്ലതായിരിക്കും. പിന്നീട് ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു ദിവസം എത്ര ക്ലാസ് കാണാൻ പറ്റുമോ അത്രയും ക്ലാസ് കാണാം. മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ആ ഒരു ക്ലാസ് മാക്സിമം കാണാം. എന്നിട്ട് നിങ്ങൾക്ക് തീരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കോൺസെപ്റ്റുള്ള ക്ലാസ് മാത്രം കാണാം. മനസ്സിലായത് അവിടെ വിട്ടേക്കാം. പിന്നീട് നമുക്ക് ഇനി വരുന്ന ക്ലാസ് എല്ലാം കാണാം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തത്, വാട്ട് ഈസ് SSLC ആൻഡ് ദ ഫൈനൽ മോട്ടിവേഷൻ. എന്താണ് SSLC എന്ന് നിങ്ങൾ ഒന്ന് അറിയാം. ഇത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനിടയ്ക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ക്വസ്റ്റ്യന് ശേഷം ഞാൻ കവർ ചെയ്യാം. അപ്പോൾ എന്തായാലും വാട്ട് ഈസ് SSLC ആൻഡ് ദ ഫൈനൽ മോട്ടിവേഷൻ. നിങ്ങൾ SSLC ഒന്നും പേടിക്കാനില്ല ഗൈസ്. പുതിയ സിലബസ് ആയാലും ഏത് സിലബസ് ആയാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു കുട്ടിയുടെ ബ്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ലിമിറ്റഡ് അല്ല. അത് നമുക്ക് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്താൽ അതിനെ നമുക്ക് വലിയൊരു ഇഷ്ടം പോലെ നമുക്ക് പഠിച്ചേക്കാവുന്നതേ ഉള്ളൂ ഒരാളുടെ ബ്രെയിൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് പറ്റില്ല എന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്ക് എന്തായാലും പറ്റും. SSLC വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇപ്പോഴേ എടുക്കണമെന്ന് ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസത്തെയും കോൺസെപ്റ്റ് അന്നന്ന് ക്ലിയർ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയാൽ നിങ്ങൾ വളരെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് SSLC ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഞാൻ തരുന്നൊരു പ്രോമിസ് ആണ്. നിങ്ങൾ അടുത്ത വർഷം മെയ് ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ആകുമ്പോൾ നിങ്ങൾ തന്നെ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ താഴെ കമൻറ്റ് ബോക്സിൽ വേണ്ടിയിട്ട് പറയും, ബ്രോ എനിക്ക് ഫുൾ A+ ഉണ്ട്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്ര മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസിൽ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു പോസ്റ്റിന് വന്നിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നമുക്ക് നോക്കട്ടെ കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ മറ്റേ സ്റ്റഡി ടൈം ടേബിളൊക്കെ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും നോക്കാം. ചേട്ടാ ഒരു ഡെയിലി ടൈം ടേബിൾ പറയൂ പ്ലീസ്. ഒരു ഡെയിലി ടൈം ടേബിൾ പറയുമെന്നാണ് അതിൽ ചോദിച്ചിട്ടുള്ളത്. അതെനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡെയിലി കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നത് പോലെ നിങ്ങളൊരു സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ തന്നെ ഡെയിലി ഉണ്ടാക്കി വെക്കുക. അതിന് നിങ്ങളൊരു ടു ഡു ലിസ്റ്റ് എന്ന് പറയും. അതിന് വേറെ ടിപ്പായിട്ട് കൂട്ടിക്കോ, ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക ഡെയിലി. ഒരു മോർണിംഗ് അല്ലെങ്കിൽ നിങ്ങൾ നൈറ്റിൽ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം. നാളെ ഞാൻ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ മോർണിംഗ് ആണെങ്കിൽ ഞാൻ ഇന്ന് എന്തൊക്കെ വർക്ക് ചെയ്യണം. എൻ്റെ വ്ളോഗ്സ് കാണുന്ന ആൾക്കാർക്കറിയാം ഞാൻ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അന്നത്തെ പ്രൊഡക്ടിവിറ്റി ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. കാരണം ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും പ്രൊഡക്റ്റീവ് ആകാൻ പറ്റുന്നത് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ ഓരോ എയിംസും നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓരോ ടിക്ക് ഇങ്ങനെ ഇട്ട് വരുമ്പോൾ അത് നമുക്ക് വളരെ ഒരു മോട്ടിവേഷൻ പകരും. കേസ് നമ്മൾ അടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം, നാളെ അടുത്ത് എന്തൊക്കെ ചെയ്യണം, നമ്മളെ കറക്റ്റ് നമ്മളെ അലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അവർ ടു ഡു ലിസ്റ്റിന് വേണ്ടിയിട്ട് പറ്റും. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ ആദ്യമൊക്കെ നാളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെ എഴുതി വെക്കുമ്പോൾ മറ്റുള്ളവർ കണ്ടാലും അവരെന്ത് വിചാരിക്കുന്നതൊക്കെ നാളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നിങ്ങൾ എന്താ മറ്റുള്ളവർ എന്ത് വിചാരിച്ചിരുന്നത്, നമുക്ക് നമ്മുടേതായ ഇതുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ മാർക്കിന് വേണ്ടി പരിശ്രമിക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും ഒന്നും നമ്മൾ കാര്യമാക്കണ്ട. മറ്റുള്ളവർ നിങ്ങളെ ഫുൾ A+ കിട്ടില്ല എന്ന് പറഞ്ഞാലും ഒരു കാര്യമാക്കണ്ട, നിങ്ങൾ കിട്ടിയിരിക്കും. നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും.
ഓക്കെ, അത് ഞാൻ ഷുവർ ചെയ്യാം. അപ്പോൾ ഡെയിലി ടൈം ടേബിൾ പറയുമോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യും. ഞാനൊരു സ്റ്റഡി പ്ലാൻ പോലെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അത് ചെയ്താൽ നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യാം, ഞാൻ ഇതിന് തയ്യാറാണ്. ഫിസിക്സ് എങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്, ഹൗ ടു സ്റ്റഡി ഫിസിക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു 10 സബ്ജക്റ്റും എങ്ങനെ പഠിക്കാനുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചാനൽ അപ്ലോഡ് ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും പോയി ചെക്കൗട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ടു സ്റ്റഡി ഗ്രാമർ, ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് ഗ്രാമർ, പ്ലീസ് അപ്ലോഡ് എ വീഡിയോ. ഗ്രാമർ എങ്ങനെ പഠിക്കാനുള്ളത് ഞാൻ ഇതിൽ തന്നെ കവർ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, ഡെയിലി ടൈം ടേബിൾ ഫോർ അസ്ത്ര സ്റ്റുഡൻസ്. അസ്ത്ര സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, സ്കൂളിൽ പഠിപ്പിക്കുന്നുള്ളത് നിങ്ങൾ സ്കൂളിൽ തന്നെ പഠിക്കുക മാക്സിമം. പിന്നീട് വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾക്ക് അസ്ത്രയിൽ ക്ലാസ് ഉണ്ടാവും. അത് ലൈവായിട്ടല്ലെങ്കിൽ ലൈവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കാണുക. അതിനുശേഷം ആ ഒരു ക്ലാസ്സിലെടുത്തതൊക്കെ നിങ്ങൾ അന്ന് തന്നെ ക്ലിയർ ചെയ്താൽ മാത്രം മതി. അല്ലാതെ വലിയ ടൈം ടേബിൾ ആക്കാനും ടെൻഷൻ ആവാനൊന്നും പോകണ്ട. അടുത്ത ക്വസ്റ്റ്യൻ ആകാം, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബെസ്റ്റ് സ്റ്റഡി ടൈം ടേബിൾ. അതിൻ്റെയാണ് സ്റ്റഡി ടൈം ടേബിൾ. സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഐ എം നോട്ട് ഷുവർ അത് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് ഒരു തരത്തിലും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു സമയം വരെ വന്ന എല്ലാ SLC കുട്ടികളുടെ ഡൗട്ടും ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ വന്ന എല്ലാ കമൻസിൻ്റെ റിപ്ലൈയും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഇതൊരു 45 മിനിറ്റ്സിൻ്റെ വീഡിയോ തന്നെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ലെങ്തി ആയാലും സോറി ഗൈസ്, നിങ്ങൾ എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ 10 സബ്ജക്റ്റ് ഇങ്ങനെ പഠിക്കാനുള്ള വീഡിയോ എന്തായാലും നിങ്ങൾ കാണണം. ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ട ആൾക്കാർ ജസ്റ്റ് ഒരു താങ്ക് യു ബ്രോ, താങ്ക് യു, എന്തെങ്കിലും നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു എന്നോ അങ്ങനെ നിങ്ങളൊരു കമൻറ്റ് ഇടാം. അതെനിക്ക് വളരെ സന്തോഷമായിരിക്കും. കാരണം ഏകദേശം 2 മണിക്കൂർ എടുത്ത് ഉണ്ടാക്കിയ വീഡിയോ ആണ്. കാരണം 1 മണിക്കൂർ എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. പിന്നീട് 1 മണിക്കൂർ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നു. പിന്നീട് ആദ്യം 1 മണിക്കൂർ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. 3 മണിക്കൂർ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതൊന്ന് നിങ്ങളുടെ SLC ഫ്രണ്ട്സിന് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയതെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ഇനി ഒരു തരത്തിലുള്ള ഡൗട്ടും ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടെങ്കിൽ താഴെ പോസ്റ്റ് ചെയ്തോളൂ ഗൈസ്. എല്ലാത്തിനും താഴെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അതിൽ തന്നെ ആ ഒരു കമൻറ്റ് ബോക്സിൽ തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഡൗട്ട് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, പ്രതീക്ഷ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ കഴിയാണ് ഗൈസ്. ഈ ഒരു വീഡിയോ കണ്ടതിന് താങ്ക് യു. നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 10 സബ്ജക്റ്റിൻ്റെയും സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാനുള്ള വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ കാണാം, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. സോ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് അത്ര തോന്നുന്നില്ല, എന്നാലും ഞാൻ നിങ്ങൾ പറഞ്ഞാൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ കഴിയാണ് ഗൈസ്. നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടതിന് താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതിന് ദിസ് മീ അഭിനവ്. ഡു സബ്സ്ക്രൈബ്.